നമസ്കാരം. ഇപ്പം നമ്മുടെ വീട്ടിൽ വളർത്തുന്ന കാടകളെ വളരെ ആരോഗ്യത്തോടും സന്തോഷത്തോടും കൂടിയൊക്കെ ഇരുത്താൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു പരിപാടിയാണ് കാടകൾക്ക് ഡസ്റ്റ് ബാത്ത് കൊടുക്കുക എന്ന് പറഞ്ഞ പരിപാടി. ഇപ്പം ഡസ്റ്റ് ബാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാടകൾ ഒരു ട്രേയിൽ നമ്മൾ കുറച്ച് മണലോ കാര്യങ്ങളോ ചാരോ എല്ലാം ഇട്ട് കൊടുത്ത് കഴിയുമ്പോഴത്തേനും അതിനകത്ത് കയറി നന്നായിട്ടൊന്ന് കുളിച്ച് അതിൻ്റെ ഫ്ലീയും കാര്യങ്ങളൊക്കെ കളഞ്ഞ് വളരെ ആരോഗ്യത്തോടും സന്തോഷത്തോടെ ഇരിക്കുന്ന ഒരു പരിപാടിയാണ് ഈ ഡസ്റ്റ് ബാത്ത് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ തുടക്കകാലത്ത് ഇതുപോലെ ഒരു ട്രെയിൽ മണലിട്ടാണ് നമ്മൾ കൊടുത്തുകൊണ്ടിരുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഒറ്റ മണിക്കൂർ കൊണ്ട് തന്നെ ഈ മണലെല്ലാം ഇത് അടിച്ച് പുറത്തേക്ക് കളഞ്ഞ് നമുക്ക് വളരെയേറെ നഷ്ടം ഉണ്ടാക്കി കളയും. നമ്മൾ എപ്പോഴും ഇത് റീപ്ലേസ് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വേറൊരു സെറ്റപ്പിൽ ഒരു ഡസ്റ്റ് ബാത്ത് ഉണ്ടാക്കി. ഇതാണ് ആ സെറ്റപ്പ്. ഇത് നമ്മൾ ഈ ഗ്രീൻ ഹൗസ് എന്ന് പറയുന്ന സംഭവമാണ്. ഈ സീഡൊക്കെ മുളപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഗ്രീൻ ഹൗസ് ആണിത്. ഇതിനകത്തിട്ടാണ് നമ്മൾ ഹൈ ഹ്യൂമിഡിറ്റി ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സീഡ് മുളപ്പിക്കുന്നത്. അതിൻ്റെ ഒരു ചെറിയൊരു വിൻഡോ പോലെ നമ്മൾ ഉണ്ടാക്കി അതിലേക്ക് നമ്മൾ മണൽ ഇട്ട് ക്ലിപ്പ് വെച്ച് അടച്ചാണ് നമ്മളിത് ഉണ്ടാക്കുന്നത്. അപ്പോൾ നമ്മൾ വാഷ്ഡ് സാൻഡ് നമ്മളിവിടെ വാങ്ങിക്കാൻ കിട്ടുന്നത് വാങ്ങിച്ചിട്ട് അതിനകത്തേക്ക് നിറയ്ക്കുകയാണ്. ഇത് നിറച്ചിട്ട് നമ്മൾ ക്ലിപ്പ് സൈഡിൽ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ക്ലിപ്പിട്ട് മുറിക്കണം, അല്ലെങ്കിൽ അതിൻ്റെ റൂഫ് അവർ അടിച്ച് കളയും. നമ്മൾ നല്ല രീതിയിലൊരു എന്താ പറയുന്നത് തുണിയൊക്കെ ഇടുന്നൊരു ക്ലിപ്പ് ഉണ്ടല്ലോ, അതുപോലത്തെ ക്ലിപ്പ് വെച്ച് നമ്മൾ ആ അടപ്പ് ഒന്ന് അടച്ച് വെച്ച് അപ്പോൾ വളരെ സന്തോഷമായിട്ട് ഇതുങ്ങൾ അതിനകത്ത് കയറി നല്ലപോലെ ഡസ്റ്റ് ബാത്ത് ചെയ്തോളും. ഇപ്പം ഇങ്ങനെ ഒരു ചെയ്യുന്നതിന് ഗുണം ഈ മണൽ നമുക്ക് വേസ്റ്റ് ആകത്തില്ല, അതിങ്ങനെ റീയൂസ് ചെയ്തുകൊണ്ടിരിക്കും. വളരെ ഹാപ്പി ആയിട്ടുള്ള കോയിലിനെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതാണ് ചെറിയൊരു വീഡിയോ ആണ്. താങ്ക് യു ഫോർ യുവർ ടൈം.